ഇവിടെ യാതൊരു സ്ഥാനമില്ല. കാരണം പല ബുദ്ധിമുട്ടുകളുണ്ട്. ഇവിടെ എൻ്റെ ആവശ്യത്തിൽ വരുന്ന സംഗീതം പഠിക്കാൻ വേണ്ടി ഇവിടെ വരുന്നവർക്ക് പല ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്നുണ്ട്. ഈ മതവും ജാതിയും അങ്ങനെയുള്ള ഇതൊക്കെ. അപ്പോൾ എൻ്റെ ഒരു തീരുമാനം, എൻ്റെ കാഴ്ചപ്പാടിൽ സംഗീതം ഇതിനൊക്കെ അതീതമാണ്. പാട്ട് പാടാൻ സംഗീതം കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഏതൊരാൾക്കും അത് എനിക്ക് അറിയുന്ന പറഞ്ഞു കൊടുക്കുന്നതാണ് എൻ്റെ ലക്ഷ്യം. ഇതിനൊക്കെ അതീതമായിട്ടും സംഗീതം നിൽക്കണം എന്നുള്ളതാണ്. ഒരു ഇടതുപക്ഷ ചിന്തയും ഇതിന് പിൻബലമായിട്ടുണ്ട്. ഇത് മാത്രമല്ല, നമ്മുടെ ഒരുപാട് ഞാൻ പാരമ്പര്യ ചരിത്രം ഒരു വിദ്യാർത്ഥികളാക്കി അത് ഞാൻ കുറച്ച് നോക്കിയിട്ടുണ്ട്. പാരമ്പര്യമായതും അതെ. കാരണം ഒരു അടിയാള വർഗം അല്ലെങ്കിൽ ശൂദ്രൻ എന്നൊക്കെ പറയുന്ന അവർക്കൊക്കെ ഒരുപാട് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. സംസ്കൃത ഭാഷ പോലെ തന്നെ ഇതൊരു വേദത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് പറയുന്നത്. പുരാണങ്ങളിൽ ഗന്ധർവ വേദം എന്നാണ് പറയുന്നത് സംഗീതത്തിന്. ഇത് നിഷേധിക്കപ്പെട്ടു. അതിന്റെ ഒരു പരിണത ഫലമായിരിക്കണമെന്ന് ഞാനടക്കം എല്ലാവരും അനുഭവിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം ഏതോ ഒരു പ്രത്യേക സമൂഹത്തിൽപ്പെട്ട പ്രത്യേക വ്യക്തികൾ അത് കൈയടക്കി വെച്ച് അത് ചുവട്ടിലേക്ക് ഒഴുകാൻ വിടാതെ തടുത്തു നിർത്തി. അപ്പൊ ഒഴുകുന്ന ഒരു പുഴയെ തടുത്തു നിർത്തിയാൽ അത് മലിനമാവും. ഇതാണ് എന്റെ വിശ്വാസം. അത് ഒഴുകിക്കൊണ്ടേയിരിക്കണം. അപ്പൊ അത് എവിടെയോ ആരോ തടസ്സം വെച്ചുകൊണ്ട് അത് അവിടെ നിന്നുപോയി. അതുകൊണ്ടാണ് ചുവട്ടിലേക്ക് വരാതിരുന്നത്, സാധാരണക്കാരനത് കിട്ടാതിരുന്നത്. അപ്പൊ അതിന് ഒരു വെല്ലുവിളി എന്ന നിലയ്ക്ക് നിലകൊള്ളണമെന്നാണ് എൻ്റെ ഇപ്പോഴും അഭിപ്രായം. അപ്പൊ ഇടതുപക്ഷ ചിന്താഗതി ഞാനൊരു പ്രവർത്തകനൊന്നും അല്ലെങ്കിലും ചിന്താഗതിയിൽ അങ്ങനെയുണ്ട്. കാരണം ഈ നിഷിദ്ധമായിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് സംഭവിച്ചു, ചരിത്രത്തിൽ സംഭവിച്ച ഏറ്റവും വലിയൊരു അപജയമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതിൽ നിന്ന് ഇനിയെങ്കിലും ഒരു മോചനം എല്ലാവർക്കും പാടാൻ കഴിയണം. ശാസ്ത്രീയ സംഗീതം എല്ലാവർക്കും പാടാൻ കഴിയണം. Pagari sa
പാലക്കാടിന്റെ ഒരു സംഗീത പാരമ്പര്യം വളരെ എടുത്തു പറയാവുന്ന ഒന്നാണ്. പാലക്കാടിന് പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഇവിടെ ഈ ചരിത്രത്തിൽ നോക്കും, പാലക്കാടൻ ചരിത്രത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ ഈ പാലക്കാടുള്ള രാജാവ്, ആ രാജാവിന്റെ ആ ചരിത്രം നോക്കിയാൽ അറിയാം, അദ്ദേഹത്തിന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ സാമൂതിരിപ്പാട് അദ്ദേഹത്തിന് ഈ നമ്പൂതിരിമാരുടെ ഈ പൂജാ സേവനങ്ങളൊക്കെ അത് നമ്പൂതിരിമാരെ ഇവിടുന്ന് പിൻവലിക്കുണ്ടായി. അവർ തമ്മിലുള്ള സ്പർദ്ധ ചെന്ന് കലാശിച്ചത് പാലക്കാട് രാജാവിന് നമ്പൂതിരിമാരെ നഷ്ടപ്പെട്ടു പൂജാ കർമ്മങ്ങൾക്ക്. പ്രത്യേകിച്ചും രാജാവ് പല കർമ്മങ്ങളും ചെയ്യുന്നതാണ്. അപ്പൊ അദ്ദേഹം ഒരു വാശിക്ക് വേണ്ടിയിട്ട് തമിഴ്നാട്ടിൽ പോയി പരദേശി ബ്രാഹ്മണന്മാരെ തേടിയിരുന്ന് മധുരയിലും കുംഭകോണത്തിലുള്ള ഈ പരദേശി ബ്രാഹ്മണരെ അവിടെ നിന്ന് കൊണ്ടുവന്ന് അദ്ദേഹം സ്വന്തം നിലയ്ക്ക് ഇവിടെ കുടിയേറി പാർപ്പിക്കുകയാണ്. അപ്പൊ അവർക്കുള്ള ഭവനങ്ങളും സൗകര്യങ്ങളും എല്ലാം ഗ്രാമങ്ങളൊക്കെ തരിച്ചു കൊടുത്തു. അതാണ് ഈ പാലക്കാട് കാണുന്ന കൽപ്പാത്തി അടക്കമുള്ള ഗ്രാമങ്ങളിലൊക്കെ അതൊരു 500 വർഷം മുമ്പുള്ള ചരിത്രമാണ്. അപ്പൊ ആണ് ഈ തമിഴ്നാടിന്റെ ഒരു സംഗീത വഴി കേരളത്തിലേക്ക് വരുന്നത്. ഇന്ന് കേരളത്തിലേക്ക് എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്ന് സംഗീതം അവരിങ്ങോട്ട് പറിച്ചു കളി ചെയ്തു. അപ്പൊ ഈ കുംഭകോണത്തിൽ നിന്ന് ഇവിടെ നിന്നൊക്കെ വരുന്ന ബ്രാഹ്മണര് അവര് കൂട്ടത്തിൽ കൊണ്ടുവന്നാണ് സംഗീതം. അങ്ങനെയാണ് ഈ മുളാതീരത്ത് സംഗീതം ഇവിടെ ആദ്യമായിട്ട് വേരുമെന്നും കാരണം. അതിനു മുമ്പ് ഇവിടെ ആർക്കും അറിഞ്ഞുകൂടാ, സംഗീതം അറിഞ്ഞുകൂടാ. കേരളത്തിലില്ല, നിലവിലില്ല. കേരള സംഗീതം എന്ന് പറയുന്ന നമ്മൾ സോപാന സംഗീതത്തിൽ അത് മാത്രമേ ഉള്ളൂ. സോപാന സംഗീതം എന്ന് പറഞ്ഞാൽ അഷ്ടപതിയുടെ ഒക്കെ ചില ഭാഗങ്ങൾ, അഷ്ടപതിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന അഷ്ടപതി ആട്ടവും അതിൽ നിന്ന് വന്ന പാട്ടുകൾ, കൃഷ്ണനാട്ടം, അതുപോലെ അതിനുശേഷം വന്ന കഥകൾ, ഇങ്ങനെയൊക്കെ ഒരു ലൈനിൽ വന്ന സംഗീതം അല്ലാതെ ശാസ്ത്രീയ സംഗീതത്തിന്റെ ഉറവിടം ശരിക്കും ഈ പരദേശി ബ്രാഹ്മണരുടെ ഈ പാലക്കാട്ടുള്ള വരവോടുകൂടിയാണ് തുടങ്ങുന്നത്. അങ്ങനെയാണ് ത്യാഗരാജനെ കുറിച്ചും കീർത്തനങ്ങളെ കുറിച്ചും ഭീഷികരെ കുറിച്ചും ശ്യാമശാസ്ത്രികളെ കുറിച്ചൊക്കെ അപ്പോൾ നമ്മൾ ഈ കേരളത്തിൽ നിന്നാണ് അതിന്റെ ഈ തിരി കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഉദ്ഘാടനം ഇവിടുന്നാണ്. ആ വഴിയിൽ നമുക്ക് ഇനി നമ്മളിപ്പോൾ വളരെ സമ്പുഷ്ടമായി തന്നെയാണ് ഇത്രയും ജീവിക്കുന്നത്. ഇനിയും കൂടുതൽ റിസർച്ചുകളും കൂടുതൽ ആളുകളും ഈ മേഖലയിൽ വരും എന്ന് തന്നെയല്ലേ പ്രതീക്ഷ? തീർച്ചയായിട്ടും പ്രത്യേകിച്ചും ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ഈ മാധ്യമങ്ങളുടെ ഒക്കെ കാലമാണ് ഇപ്പോൾ. കാരണം ഒരു കാലത്ത് മാധ്യമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഒരു സംഗീതം കേൾക്കണമെങ്കിൽ എത്രയോ നാഴിക ദൂരം നടന്നു പോയി കേൾക്കണം. അതെ, റെക്കോർഡ് ഉണ്ടായിരുന്നില്ല, അങ്ങനെ സംവിധാനങ്ങൾ ഒന്നുമില്ല, ഇലക്ട്രോണിക്. ഇപ്പോൾ അത് ഇത്രയും സംവിധാനങ്ങൾ പുരോഗമിച്ചപ്പോൾ പ്രത്യേകിച്ചും ഈ ടെലിവിഷൻ പോലെയുള്ള മാധ്യമങ്ങൾ ഇതിന് ഒരുപാട് പ്രോത്സാഹനങ്ങൾ കൊടുക്കുന്നുണ്ട്. പെയ്തൊഴിയാത്ത മഴ പോലെയാണ് ചേറ്റൂരിന്റെ സംഗീതം. രാഗവിസ്താരത്തിലൂടെ ജീവിതത്തിന്റെ മേൽസ്ഥായിലേക്ക് കടക്കുമ്പോൾ ചേറ്റൂർ രാധാകൃഷ്ണന് സംഗീതം മാത്രമാണ് കൈമുതൽ. റെയിൽവേയിൽ ജോലി ഉപേക്ഷിച്ച് സംഗീതത്തെ ഉപാസിക്കാൻ തുടങ്ങിയ ചേറ്റൂരിന് കീർത്തനങ്ങളുടെ വകഭേദങ്ങൾ എന്ന പോലെ ശിഷ്യഗണങ്ങളും സംഗീത ബന്ധങ്ങൾ സൃഷ്ടിച്ച സൗഹൃദങ്ങളും നിത്യസന്തോഷദായകമാണ്. മധ്യവയസ്സിന്റെ സുവർണകാലത്തും സ്വരശുദ്ധി തെളിഞ്ഞ് മനോധർമ്മ സംഗീതത്തിന്റെ ചിറകിൽ മേളകർത്താരാഗങ്ങൾക്കൊപ്പമുള്ള ആ ജീവിതം സംഗീതം പോലെ അനന്തവും ശാന്തവുമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.